പൃഥ്വി ഈ 50 വർഷം ആഘോഷിച്ച വേളയിൽ പറഞ്ഞ് ഏറ്റവും വൈറലായ ഒരു സാധനം ഉണ്ടായിരുന്നു. അമ്മ അത് ഞാൻ കരഞ്ഞതേയില്ല അച്ഛൻ മരിച്ചപ്പോ അമ്മ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അതിന്റെ ഉത്തരമാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അത് അവന്റെ ആ ഒരു ഇതും വെച്ചോണ്ട്, ഇങ്ങനെ 2 മക്കളില്ലേ, ഇനി എന്തിനാ ഇതിൽ കൂടുതൽ എന്ത് വേണം ചേച്ചി, ഞാൻ ഇതാണ് എനിക്ക് സുഖേട്ടൻ തന്ന ഏറ്റവും വലിയ ധനം ഞാൻ പറയാറുണ്ട്. സുഖേട്ടൻ തന്നെ ധനമാണെങ്കിലും അതിനിങ്ങനെ തങ്കം പോലെ ആക്കിയത് ആന്റി അത്രമേല് എന്താ പറയുന്നത്. ഇവരെ കുട്ടികളല്ലേ മോളെ, നമുക്കൊരു പേടിയാ. ഒരു പ്രത്യേക പ്രായത്തിലെ എങ്ങനെയും പോകാവുന്ന ഒരു പരുവാണ്. ഒരു 17 മുതൽ ഒരു 20-22 വയസ്സ് വരെ. അപ്പം ഞാൻ കുറച്ച് കൂടുതലൊന്ന് ചേർത്ത് നിർത്തി. മോനെ, അമ്മയ്ക്ക് ഈ പറഞ്ഞിട്ട് അതിനൊന്നും നോക്കാനുള്ള ഇതുമില്ല. അച്ഛൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പഠിക്കണം, നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം, എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. ഇതൊക്കെ നമ്മളിങ്ങനെ പറയാതെ, പക്ഷെ അവർ അതൊക്കെ അനുസരിച്ച് തന്നെ വളർന്ന കുഞ്ഞുങ്ങളാണ്. ഇന്നും എൻ്റെ കണ്ണ് നിറഞ്ഞാൽ ഷൂട്ടിംഗ് സ്ഥലത്ത് ഷൂട്ടിംഗ് നിർത്തി അയച്ച് 2 പേരും ഓടി വരും. അതൊക്കെ അല്ലെ, അവിടത്തേക്ക് വന്ന 2 മരുമക്കൾ ആന്റീനെ പോലെ തന്നെ അതേപോലെ തന്നെ ശക്തരായ 2 പേരല്ലേ. ഞാൻ പറയുന്നത് അതെ, ഞാൻ പറയാം, രാജുവിന് പറ്റിയ ഒരാളാണ് സുപ്രിയ. സുപ്രിയ ഇങ്ങനെ രാജു ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നടന്നോളും. അത് തന്നെ പൂർണ്ണിമ. ഈ കുഞ്ഞുങ്ങളെ 2 പേര് നന്നായിട്ട് പഠിക്കും ഇന്ദ്രന്റെ. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ പ്രണയം നടത്തി, മറ്റേ വെബ് സീരീസും അഭിനയിച്ച്, ഇന്ദ്രന്റെ കാര്യങ്ങളും ഫിലിംഫെയർ അവാർഡ് വാങ്ങിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം നടന്നു. അപ്പൊ ഇങ്ങനെ 2 പേരല്ലെങ്കിൽ ഇവരും വിഷമിച്ചു പോയനെ. ഒന്നും അറിയാൻ വയ്യാത്ത പിള്ളേരാണ് എന്തോ ചെയ്തേനെ. അപ്പൊ ഞാൻ ചിലപ്പോൾ വിചാരിക്കാമല്ലോ, ദൈവം അറിഞ്ഞായിരിക്കും കൊണ്ട് കൊടുത്തതെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. ആന്റിയുടെ പ്രൊഡക്ഷൻസ് ഒക്കെ ഈ പൃഥ്വിയും സുപ്രിയയും ചെയ്ത് ഇന്നലെ അത് ഭയങ്കര ഇതായിരുന്നു. കാരണം പൃഥ്വി സുപ്രിയക്ക് ഇതിനകത്തുള്ളതെന്ന് വെച്ചപ്പോ ഞങ്ങളിട്ട ജേഴ്സി വരെ സുപ്രിയയുടെ കേട്ടോ. രാജു എന്തോ അറിയുന്നേ, രാജു അവിടെ ഹിന്ദി പടവും മറ്റേ ഗുജറാത്തിലെ എമ്പുരാനും ഒക്കെ ആയിട്ട് കിടക്കുക. ഇത് കംപ്ലീറ്റ് ഓടി നടന്നത് സുപ്രിയയാണ്. അയ്യോ സത്യം, ആ കാര്യത്തിനൊക്കെ സുപ്രിയ സമ്മതിക്കണം. നോക്കുന്ന കാര്യങ്ങള് പ്രത്യേകിച്ച് ജേർണലിസ്റ്റ് ആയിരുന്നു. എനിക്കറിയാം, ഞാൻ ഇടയ്ക്ക് വിളിക്കും സുപ്രിയ, അമ്മ എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട് നമ്മുടെ ഫോഴ്സാ കൊച്ചി, അത് ആരെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ട, രാജുവിന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞമ്മ എന്നൊക്കെ. അതൊക്കെ സുപ്രിയ മാനേജ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇത് ഈ ഇങ്ങനെ ഒരു സ്പോർട്സിലേക്ക് ഇവർ 2 പേരും സ്പോർട്സ് സയൻസ് സ്കൂളിൽ പഠിക്കുമ്പോഴേ. അതെ, പിന്നെ ഫുട്ബോൾ കുറെ കൂടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു. എന്നാൽ എൻ്റെ അച്ഛൻ ഫുട്ബോൾ പ്ലെയർ, ചങ്ങനാശ്ശേരി NS കോളേജിലൊക്കെ, അസംഷൻ കോളേജിൽ കണ്ടാ പഠിച്ചത്. അപ്പോൾ അന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സുഹേട്ടൻ, എൻ്റെ പൊന്നെ, വേൾഡ് കപ്പ് കാണാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കാണുന്ന ചിരിയ 3 ഫ്ലാസ്ക്, ഒന്നിലും മധുരമിടാത്ത ബ്ലാക്ക് ടീ സുഹേട്ടന്, ഒന്നിനകത്ത് കട്ടൻ കാപ്പി മധുരമിട്ടത്, ഒന്നിനകത്ത് കുറച്ച് പാൽ കാപ്പി. ഞാൻ എന്തോ ഹോട്ടൽ വരും, 2 മണിയെങ്കിലും തീരാം, നീ പോയി കിടന്നോ എന്ന് പറഞ്ഞ് വലിയ അയ്യോ എന്തൊരു സ്നേഹം, കിടന്നോ. എന്നാലും നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിന്റെ മുമ്പിലത്തെ ഡ്രോയിങ് റൂമിലാണ് ഈ TV. ബഹളം കേട്ടാല് ഓ ഗോഡ്, ഞാൻ എഴുന്നേറ്റ് വരും. ഞാനാ പറഞ്ഞേ പോയി കിടന്നോ, നീ പോയി കിടന്നോ, ക്ഷീണം കാണുന്നു. എൻ്റെ പൊന്നു കുസുകേട്ടാ, ഞാൻ ഇവിടെ കാണാനിരിക്കാം, നിങ്ങളെല്ലാം കൂടെ. 3 പേരും ഉറങ്ങാതിരുന്ന് ഫുട്ബോൾ മാച്ചസും ക്രിക്കറ്റും 2 കാണും. സ്കൂളിലും അങ്ങനെ ആയിരുന്നു. ബാസ്കറ്റ് ബോള്, ക്രിക്കറ്റ്, ടെന്നീസ്, ഫുട്ബോളൊക്കെ. അവര് സ്പോർട്സ് പ്രേമികളാണ് 2 പേരും. അപ്പൊ പിന്നെ ഇതിലേക്ക് വന്നാൽ നമുക്കൊന്നും അതൊക്കെ അവന്റെ താല്പര്യം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. ഇപ്പൊ